നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധഭീതിയിൽ ഇപ്പോൾ അന്താരാഷ്ട്ര വ്യോമപാതയിൽ നിർണായകമായ പറക്കും ഗ്യാസ് സ്റ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് കാണാതായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന ഈ കൂറ്റൻ വിമാനം അടിയന്തര ഘട്ടങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ജനറൽ എമർജൻസി അലേർട്ട് നൽകിയതിന് പിന്നാലെയാണ് റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമായത്. ഗൾഫ് മേഖലയിൽ ഖത്തറിന് സമീപമാണ് വിമാനത്തിന്റെ സിഗ്നൽ അവസാനമായി രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് സൈനിക വിമാനം കാണാതായതെന്നാണ് ശ്രദ്ധേയം. UAE അൽ ദഫ്ര ബേസിൽ നിന്നുമാണ് ബോയിങ് KC സ്ട്രാറ്റോ ടാങ്കർ ടേക്ക് ഓഫ് ചെയ്തത്. ഖത്തറിന് സമീപത്ത് വെച്ചാണ് ഈ വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. താഴ്ന്നു പറക്കുന്നതിന് മുമ്പായി വായുവിൽ വൃത്താകൃതിയിലുള്ള പാറ്റേൺ വരച്ചാണ് വിമാനം അപായ സൂചന നൽകിയത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം വിമാനം താഴ്ന്നു പറക്കുകയും ഖത്തറിലെ ഒരു സൈനിക താവളത്തിലേക്ക് ഗതി മാറ്റുകയും ചെയ്തിരുന്നു. മെക്കാനിക്കൽ തകരാർ, വിമാനത്തിനുള്ളിലെ തീപിടുത്തം, ആരോഗ്യപരമായ അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണി എന്നിവ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായി വിമാനങ്ങൾ 7700 എന്ന ട്രാൻസ്പോണ്ടർ കോഡ് നൽകാറുള്ളത്. ഗൾഫ് മേഖലയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ദൗത്യം നിർവഹിക്കുന്നതിനിടെയാണ് വിമാനം ഈ സന്ദേശം നൽകിയത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിമാനത്തിൽ എത്ര ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണയായി ഒരു ക്രൂ മെമ്പർ മാത്രം നിയന്ത്രിക്കുന്ന ഈ വിമാനത്തിൽ യാത്രക്കാരെയും ചരക്കുകളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് വിമാനം തകർന്നുവെന്ന് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അടിയന്തര സന്ദേശത്തിന് തൊട്ടു പിന്നാലെ സിഗ്നൽ നഷ്ടമായത് ഗുരുതരമായ എന്തോ സംഭവിച്ചുവെന്ന സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തോ അതോ തകർന്നു വീണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കഴിഞ്ഞ മാർച്ചിലും ഇറാഖിൽ വെച്ച് ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഇതേ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനം നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര ലോകം നോക്കിക്കാണുന്നത്. നിലവിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റ് ഡിസ്ട്രസ് കോളുകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചത് മുതൽ മേഖലയിൽ നിരവധി US വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. US-ഇറാൻ സംഘർഷഭരിതമായ മേഖലയാണ്. ഹോർമുസ് കടലിടുക്ക് നിലവിൽ അതീവ സൈനികവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇറാൻ ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിച്ചും വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം നൽകിയുമാണ് US തിരിച്ചടിക്കുന്നത്. ഇറാന്റെ നിരവധി ചെറിയ ബോട്ടുകളും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും അടുത്തിടെ US സൈന്യം തകർത്തിരുന്നു. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണ നടപടികൾ അവസാനിപ്പിച്ചതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചതായുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇനി US ആക്രമണമില്ലെന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഘട്ടം അവസാനിച്ചു, ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്നും ഇനി US ആക്രമണമില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്നു. അമേരിക്ക പ്രതിരോധ ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാൻ ഇനിയും അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടിക്ക് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുകയാണ് ഇനി പ്രധാന ലക്ഷ്യമെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇറാൻ ഹോർമുസ് തുറക്കണമെന്നും മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഹോർമുസ് കടലിടുക്കിന്റെ ഹൃദയഭാഗത്ത് ഇറാന്റെ സമാനതകളില്ലാത്ത പ്രഹരശേഷിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നാഡീമിടിപ്പായ ഈ തന്ത്രപ്രധാന ജലപാതയിൽ ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചു അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കം ഇറാന്റെ കടുത്ത പ്രതിരോധത്തെ തുടർന്നും പാതി വഴിയിൽ സ്തംഭിച്ചിരിക്കുന്നു.
തങ്ങളുടെ സമുദ്ര പരിധിയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അമേരിക്കൻ നാവിക കപ്പലിന് നേരെ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് മേഖലയിലെ യഥാർത്ഥ കരുത്തർ തങ്ങളാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇറാന്റെ സായുധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ മിന്നൽ പ്രത്യാക്രമണം അമേരിക്കൻ സൈനിക വൃത്തങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമുസിലെ ജാസ്കിന് സമീപം അതിക്രമിച്ചു കയറിയ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി മുന്നോട്ട് നീങ്ങിയ കപ്പലിനെ ലക്ഷ്യമിട്ട് 2 മിസൈലുകൾ തൊടുത്തുവിട്ട IRGCയുടെ നടപടി തങ്ങളുടെ മണ്ണിലും വെള്ളത്തിലും വിദേശ ഇടപെടൽ അനുവദിക്കില്ലെന്ന ഇറാന്റെ ഉരുക്കുമുഷ്ടിയിലുള്ള പ്രഖ്യാപനമായി മാറി. മേഖലയിലെ സമാധാനത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം യഥാർത്ഥത്തിൽ ഇറാന്റെ സ്വാധീനം തകർക്കാനുള്ള ഒരു ഗൂഢതന്ത്രമായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശ കപ്പലുകളെ സഹായിക്കാനെന്ന വ്യാജേന സമുദ്രപാതയുടെ നിയന്ത്രണം കൈക്കലാക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. എന്നാൽ സ്വന്തം തട്ടകത്തിൽ ശത്രുവിന്റെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച ഇറാൻ ഈ അമേരിക്കൻ അധിനിവേശ ശ്രമങ്ങളെ സൈനികമായി തന്നെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ ഈ പ്രകോപനപരമായ നടപടികൾക്കെതിരെ ഇറാൻ പാർലമെന്ററി ദേശീയ സുരക്ഷാ കമ്മീഷൻ മേധാവി ഇബ്രാഹിം അസീസി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കയുടെ ഓരോ ചലനവും നിലവിലുള്ള വെടിനിർത്തൽ ധാരണകളുടെ ലംഘനമാണെന്നും ഇത്തരം കടന്നുകയറ്റങ്ങളെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെയാണ് IRGC തങ്ങളുടെ മിസൈൽ കരുത്ത് പ്രകടിപ്പിച്ചത്. ഇത് അമേരിക്കയും പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത്.